വെൽക്കം ബാക്ക്. സബ് അണ്ടർ റൈറ്റിംഗ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ സബ് അണ്ടർ റൈറ്റിംഗ്. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. 2017 ഇത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. നമുക്കറിയാം സബ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വ്യക്തി മറ്റൊരാളെ ഏൽപ്പിക്കുന്നു, അയാളുടെ ഏജന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന, അതിനെയാണ് നമ്മൾ സബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സബ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു അണ്ടർ റൈറ്റർ അയാളുടെ റിസ്ക് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് കൈമാറ്റം നടത്തുന്നു, അതിനെയാണ്. അപ്പോൾ ആ പേഴ്സൺസിനെ നമ്മൾ പറയുന്നത് സബ് അണ്ടർ റൈറ്റർ. ആ പ്രോസസ്സിനെ നമ്മൾ പറയും സബ് അണ്ടർ റൈറ്റിംഗ്. നോക്കാം നമുക്ക്. സബ് അണ്ടർ റൈറ്റിംഗ് ഈസ് ദി പ്രോസസ് ഇൻ വിച്ച് an underwriter transfer or shift a portion of risk of underwriting to some other persons or institutions called sub-underwriters. For this purpose, an underwriter enters into sub-agreement with other underwriters called sub-underwriters. അപ്പോൾ ഇതിനു വേണ്ടി ഒരു അണ്ടർറൈറ്റർ സബ് അണ്ടർ റൈറ്റേഴ്സുമായിട്ട് ഒരു സബ് എഗ്രിമെന്റിൽ ഏർപ്പെടും. അണ്ടർ വിച്ച് സബ് അണ്ടർ റൈറ്റർ അണ്ടർടേക്സ് ടു അണ്ടർറൈറ്റ് സം ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി ഫോർ സം കമ്മീഷൻ. അപ്പോൾ ഈ സബ് അണ്ടർ റൈറ്റർ കമ്മീഷൻ റിസീവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടും. ഇതിനെ നമ്മൾ പറയുന്നത് സബ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയാം.